ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ രാവിലെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് കുളിക്കാൻ തോന്നി. ഭയങ്കര ആവിയൊക്കെ എടുത്തായിരുന്നു. പെട്ടെന്ന് ഞാൻ പോയി കുളിച്ചു, എന്നിട്ടൊന്ന് ഒരുങ്ങാന്ന് കരുതി. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഞാൻ വന്നു, കണ്ണെഴുതി കഴിഞ്ഞ് ഞാൻ നേരെ ലിപ് ബാം ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ മേളിൽ ഐലൈനറൊന്നും എഴുതാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, വലിയായിട്ടൊന്നും ഇഷ്ടമില്ല. ഇടയ്ക്ക് മാത്രമേ ഞാൻ ഐലൈനർ എഴുതത്തുള്ളൂ. പിന്നെ ഞാൻ ഈ തലയിൽ വെക്കുന്ന ഈ ഒരു സാധനവും കൂടെ തലയിൽ വെച്ചു. എനിക്കിതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. ഈ കൊമ്പ് പോലത്തെ സാധനം ഞാൻ തലയിൽ വെച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, മുഖത്തിന് അതൊരു ചേർച്ചയില്ല. എന്നിട്ട് ഞാനത് പെട്ടെന്ന് തലേന്ന് ഊരി, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മുടിയൊക്കെ അവിടെ ഇവിടെ പൊങ്ങിയൊക്കെ ഇരുന്നേ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഊരിക്കളഞ്ഞി. അത് ഞാൻ റെഡി ആയിട്ട് വന്നപ്പോൾ ഞാൻ ചായ കുടിച്ചു. റെഡി ആയിട്ടില്ല വന്നപ്പം അമ്മ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. ഉപ്പും മുളകും കണ്ട് ചായ കുടിച്ചിരുന്നു. ചായ കുടിച്ചിങ്ങനെ തീർന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്നത്തെ കഴിക്കാൻ എനിക്ക് അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അല്ല, പൊറോട്ടയും കടലക്കറിയും ആയിരുന്നു കഴിക്കാനുള്ളത്. അപ്പോൾ ഞാനതെടുത്ത് കഴിച്ചു. എന്താ ചായ കുടിച്ച് ഞാൻ പൊറോട്ടയും കടലക്കറിയും കഴിച്ചു. ഞാൻ കഴിക്കുമ്പോൾ 1 മണിക്കൂറെങ്കിലും എടുക്കും. പക്ഷെ ഒരു പൊറോട്ടയല്ലേ ഉള്ളൂ. ഞാൻ അമ്മ പറഞ്ഞ എന്താ ചോറും കൂടെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടമ്മേ, ഒരു പൊറോട്ടയൊക്കെ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വയറിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അമ്മ വേണ്ടമ്മേ, ഒരു പൊറോട്ടയല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ വയറിറങ്ങി. സാധാരണ ഇപ്പോൾ ഒരു പൊറോട്ട ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഒരു പൊറോട്ട കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ പതിയെ ആശ്രയിച്ചു. ഒരു പൊറോട്ട ആണെങ്കിൽ എനിക്കൊരു 1/2 മണിക്കൂർ എടുത്തു. അതങ്ങനെ വരും, അങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ബോറടിച്ചുകൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നിർത്തി. അപ്പോൾ നേരെ ഞങ്ങളുടെ വീടിൻ്റെ പുറയിലോട്ട് വന്നു. അപ്പോൾ കൊയ്ത്ത് സമയമൊക്കെ ആയതുകൊണ്ട് കൊയ്ത്ത് മെഷീനൊക്കെ ഇറങ്ങി കാണും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറയിലില്ല, അങ്ങ് അക്കരയിലാണ്. അപ്പം നമുക്ക് അതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഗൈസ്, കൊയ്ത്ത് മെഷീൻ ഞാൻ സൂം ചെയ്താണ് കേട്ടോ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ പുറകെ വരുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ അതേ ഞങ്ങളുടെ മാവിൽ കുറച്ച് മാങ്ങ വന്നിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോയാൽ ഫുൾ കാടാണ്, നിങ്ങൾ കണ്ടോ. ഒരു കാട് കഴിഞ്ഞു പോകുന്നൊരു ഫീലാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് മാങ്ങ വെളുത്തിട്ടുണ്ട്. വലുതാകുമ്പോൾ നമുക്ക് ഉപ്പും മുളകും എടുത്ത് കഴിക്കാം. ഇപ്പം വലിയ ടേസ്റ്റിലാക്കി, ചെറുതല്ലേ, അതുകൊണ്ട് വലിയ മാങ്ങയാകുമ്പോൾ നമുക്ക് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാം, നല്ല ടേസ്റ്റായിരിക്കും. ഗൈസ്, ഞാനിനി ഇതാ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. അയ്യോ എൻ്റെ അമ്മേ. നമ്മളിപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളവിടെ എത്താറായി. നമുക്കിനി ഒന്ന് കുനിങ്ങണം. ഇവിടെ പുള്ളി ഇതിൻ്റെ എന്തോന്നാ ഗണപതി നാരങ്ങയോ അതിൻ്റെ ഒരു മരത്തിൻ്റെ ശിഖരങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. നമുക്കിന്ന് നമ്മുടെ കപ്പത്തോട്ടത്തിലോട്ട് പോവാം. കപ്പത്തോട്ട വഴി കുറച്ച് മാങ്ങ വന്നിട്ടുണ്ട്. ഇത് ശകലവും കൂടെ വലുതായിരുന്നെങ്കിൽ നമുക്ക് പറിക്കായിരുന്നു. ഇത് പച്ചയാണ്, ഇത്തിരിയും കൂടെ വലുതാകട്ടെ. പക്ഷേ അത് പഴുത്ത മാങ്ങ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പച്ച മാങ്ങ കൂടുതലും ഇഷ്ടം. അപ്പോൾ നമുക്കിനി ഇത് വലിയ മാങ്ങയാകുമ്പോൾ നമുക്ക് ഇത് വരച്ച് ഉപ്പും മുളക് ഇട്ട് കഴിക്കാം. പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ അമ്മ പോകുന്നത് ഞങ്ങളുടെ പേരയ്ക്കയാണ്, പേരയ്ക്ക ചെടിയാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു പേരയ്ക്കാമരമാണെങ്കിൽ പേരയ്ക്കാമരത്തിൽ ചെറിയ പേരയ്ക്കാമരമാണെങ്കിലും വലിയ പേരയ്ക്കയാണ് ഉണ്ടാകുന്നത് കേട്ടോ. അതാണ് എൻ്റെ മെയിൻ കാര്യം. മുമ്പ് ഞാൻ ഒരു വലിയ പേരയ്ക്ക കണ്ടായിരുന്നു, കേട്ടോ. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല.
ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പേരൊക്കെ ചെറിയൊരു കുഞ്ഞു പേരൊക്കെ വലുതാന്നുള്ള മുമ്പേ ഒരു വലിയ പേര് അത് ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുക, അത് കണ്ടില്ല. അപ്പം പോട്ടെ, അത് പോട്ടെ. നമുക്കിനി മറ്റു കാര്യങ്ങളോട്ട് പോവാം. ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ഈ പുറത്തോട്ട് പോകുമ്പോൾ നല്ല വെയിലാണ്, അതും ഈ കൊയ്ത്തിൻ്റെ സമയത്ത് ഫുള്ള് വെയിലായിരിക്കില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് നല്ല വെയിലാണ് ഇവിടെ. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു. ഒരു ഉച്ച സമയമൊക്കെ കഴിയുമ്പോൾ നല്ല മഴയാണ്. രാവിലെ തൊട്ട് ഉച്ച വരെ നല്ലൊരു വെയിലിൻ്റെ ഒരു സമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച തൊട്ട് രാത്രി വരെ എങ്ങാണ്ട് മഴയൊക്കെ ഇന്നലെ പെയ്തു. വൈകുന്നേരം തൊട്ട് ഉച്ച വരെയും വൈകുന്നേരം തൊട്ട് രാത്രി വരെ ഇന്നലെ മഴ പെയ്തായിരുന്നു. ഇനി എന്താ ഇവിടെ കാണാനുള്ള എന്തോന്നാ, ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു ഭാഗം ഫുള്ള് നിങ്ങളെ കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്നാൽ നമുക്ക് നല്ല വെയിലായിരിക്കും. പക്ഷേ മരങ്ങളുള്ള ഇങ്ങോട്ടൊക്കെ നീങ്ങിയാൽ ഒരു വെയിലില്ല, നല്ല തണലാണ്. നമുക്കിനി അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഞാനിവിടെ കരിഞ്ഞുണങ്ങിപ്പോവും. അപ്പോൾ ഗായ്സ്, നമ്മളിതാ തണലുള്ള സ്ഥലത്തോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയാണ് എൻ്റെ പേര്. അന്നാ സ്റ്റെയർ കേസ് പുറയിലൊരു സ്റ്റെയർ കേസ് ഉണ്ട്, അപ്പം അങ്ങോട്ട് നമുക്കൊന്ന് കയറാവേ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനി മേളിലോട്ട് കയറാം. ഓക്കെ, ബാ. ഇനി മേളിലോട്ട് കയറാൻ പോവാണേ. മേളിലോട്ട് കയറുമ്പം ഇവിടുത്തെ ഫുള്ള് സ്ഥലവും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കയറും. നമുക്കിനി കയറാം. സ്റ്റെപ്പ് വരുമ്പോൾ സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ വീഡിയോ കൊടുക്കുമ്പം ഫോണിലോട്ടായിരിക്കും കണ്ണ്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മേ, എട്ടുകാലി അതേ ഒരു എട്ടുകാലി, കുഞ്ഞെട്ടുകാലി കാണാൻ പറ്റുന്നില്ലല്ലേ? വേണ്ട, ഒരു എട്ടുകാലി, അത് എട്ടുകാലിയാണ് കേട്ടോ, കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. നമുക്കൊരു കമ്പ് എടുത്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ കടിച്ചാലേ പോയി. നമ്മളൊരു കമ്പെടുക്കാൻ വന്നേക്കാണ്. ഇപ്പോൾ വലിയ കമ്പൊന്നും കാണുന്നില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു കുഞ്ഞി കമ്പ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ കമ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. എന്ത് കമ്പ്? അപ്പോൾ നമുക്കിനി മേളിലോട്ട് കയറിയിട്ട് എട്ടുകാലിനെ ഓടിക്കാം. നമ്മൾ എട്ടുകാലിനെ ഓടിക്കാൻ പോവുകയാണ്. കമ്പൊക്കെ എടുത്തു, ഓടിക്കാം. എട്ടുകാലി ചാടി രക്ഷപ്പെട്ടു ഗൈസ്. എട്ടുകാലി അങ്ങ് പോയി. ഈ കമ്പിൻ്റെ ആവശ്യം ഇനി വേണം തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു എട്ടുകാലി. എട്ടുകാലിക്കൊക്കെ വരാൻ കണ്ട സമയമേ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി അവിടെ ഫുള്ള് കരിയിലയാണ്, ഫുള്ളല്ലേ അങ്ങോട്ടല്ലേ വീഴുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച കേട്ടോ. അവിടെ ഫുള്ളും നമുക്ക് കാണാം. താഴോട്ട് നോക്കിക്കേ, ചെത്തിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയുണ്ടോ? ഇനി നമുക്ക് നേരെ പോവാം. അവിടെ ഇന്ന് ഫ്രണ്ട് ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഫുള്ള് പോളയാണ്, പിന്നെ ചെളികളിലും കൊയ്ത്തായതുകൊണ്ട് ഫുള്ള് വെള്ളം ഇങ്ങോട്ടാണ് കയറ്റുന്നത്. അതൊക്കെ കൊണ്ട് ഫുള്ള് ചെളിവെള്ളമായി. ഞങ്ങളുടെ ഈ അക്കര ഭാഗത്തുള്ള കണ്ടത്ത് മറ്റേ കൊയ്ത്ത് മെഷീൻ വന്നിട്ടുണ്ട്. നമുക്കിനി താഴോട്ട് ഇറങ്ങാം. ഇത്തിരി നേരം ഇവിടെ ഇരുന്നിട്ട് പോവല്ലേ. മേളിൽ ഇരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നതേ, അതുള്ളതുകൊണ്ട് നമുക്കിപ്പം ഇവിടെ ഇരിക്കാൻ പറ്റി. ഞാൻ അവിടെ ഇരുന്ന് ഇത്തിരി നേരം വീഡിയോ പിടിച്ചു. ഇവിടെ ഇരുന്നാൽ നല്ല ചൂടാണ്. ഈ ഷീറ്റിലുള്ള ചൂട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം അവിടെ നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഇറങ്ങി വയ്യായി ചൂട് കൊണ്ടിരിക്കാൻ. വീട്ടിലാണെങ്കിൽ ഫാനെങ്കിലും ഇട്ടിരിക്കുക, ഇതാണെങ്കിൽ ചൂട് കൊണ്ട് ഇവിടെ ഇരിക്കണം. ഓണതിനൊന്നും നോക്കിയില്ല. നമ്മൾ പിന്നെ ചൂടാ
ചൂടായതുകൊണ്ട് താഴോട്ടിറങ്ങി. ഇവിടെ ഈ സ്റ്റീലിനൊക്കെ ഈ ചൂടാകുമ്പോഴത്തേക്കില്ലേ, ഈ ചൂടാകുമ്പോൾ സ്റ്റീലൊക്കെ നല്ല ചൂടാകും. അതുകൊണ്ട് നമ്മൾ പിടിക്കാൻ നമ്മുടെ കയ്യിലൊക്കെ നല്ല വേദന എടുക്കും, പൊള്ളും. അതാണ് ഞാൻ ഇപ്പോൾ കാറിയത് കേട്ടോ. നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങുവാണ്. ഫോണൊന്ന് നേരെ പിടിക്കട്ടെ. എൻ്റെ ഈ ഫോൺ താഴെപ്പോയിട്ട് അമ്മ എന്നെ എല്ലാം പറയും. അപ്പോൾ ഗൈസ്, നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഫ്രണ്ടിൽ വള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ പണിക്ക് വരുന്ന വേറെ വള്ളമാണ് കേട്ടോ. നമ്മളപ്പോൾ ഇനി വീട്ടിലോട്ട് കയറുവാണ്. അയ്യോ, നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു തണുപ്പ്, ഫാനൊന്നും ഇട്ടെ, ചെറിയൊരു ആശ്വാസം ഫാനൊക്കെ ഇട്ടപ്പോൾ. എൻ്റെ റൂമിലോട്ട് പോവാം. ഇനി ഏതായാലും ഞാൻ ഇപ്പം ഇനി ടി വി ഒന്നും കാണാൻ പോകുന്നില്ല. നമുക്ക് ടി വി ഓഫ് ചെയ്തു, ഇവിടുത്തെ ഫാനും ഓഫ് ചെയ്തു. നമുക്കിനി എൻ്റെ റൂമിലോട്ട് പോകും. എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ കണ്ടോ. നമുക്കന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിടാം, ഇത്തിരി വെളിച്ചൊക്കെ കയറട്ടല്ലേ. വേണ്ട ഗൈസ്, ജേണല് നമുക്കന്ന് ഇവിടെ ഒന്ന് വൃത്തിയാക്കാവേ. നമുക്കിനി ഇവിടെ ഒന്ന് വൃത്തിയാക്കാം. ഞാൻ ഒരു 1 or 2 days അല്ല ഒരു 5-3 ദിവസമായി ഇവിടെ ഒന്ന് ഇവിടെ നേരത്തെ ഇവിടെയൊക്കെ ആയിരുന്നു പുസ്തകവും ബുക്കൊക്കെ, അതൊക്കെ മാറ്റി ഇങ്ങോട്ടാക്കി. അപ്പം ഇപ്പം എനിക്കത് നോക്കിയിട്ട് അതൊന്നും വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നോക്കി ഒന്ന് വൃത്തിയാക്കാം ഇവിടെ. അപ്പം എൻ്റെ കൈ ഇടയ്ക്കോട്ട് വരുന്നു. നമുക്ക് ഫസ്റ്റ് ഈ ഹോം മെയ്ഡ് ജേർണലോ ഇതോ ഇങ്ങോട്ടേക്ക് മാറ്റാം. ഇതും ഇങ്ങോട്ട്. ഹിന്ദിയിലെ പരീക്ഷ പേപ്പർ. ഇതിൻ്റെ ഫയൽസും എടുത്തു മാറ്റാം. ഇതല്ല ഇപ്പം ഇതിനകത്തെ അവസ്ഥ. ഇത് കല്യാണക്കുറിയാണ്, അത് അടിച്ച് മാറ്റിയത് എന്തെങ്കിലും ആർട്ടിയാണ്. അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വെഡിങ് ആനിവേഴ്സറി കഴിയുമ്പോൾ ഇതേലാണ് ഞാൻ ചെയ്യുന്നത്. അതാ ഇപ്പം കല്യാണക്കുറി കിട്ടിയത്. ഇതാണ് എൻ്റെ ഇത്. നമ്മൾ റൈറ്റിംഗ് പാഡ് അങ്ങോട്ട് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞൊരു ഫയൽ, ആ ഫയല് ഭംഗിയുള്ള ഫയൽ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ഈ ഫയൽ ഇങ്ങോട്ട് വെച്ചു. അതിനകത്ത് ഫുൾ ആർട്ട് സാധനം കേട്ടോ. ആ ഫയൽ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ചെയ്ത കാര്യം, ഈ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. നെക്സ്റ്റ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്ത് വെച്ചു. ഇവിടെ ഒരു അതും ആർട്ടിൻ്റെ ഇതൊക്കെ തന്നെ കേട്ടോ. ഡിക്ഷണറി എടുത്ത് വെച്ചു. ഇത് ക്ലേ ആണ് കേട്ടോ. ക്ലേയും എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ക്രിസ്മസിന് ഏരിയയാണ്, അതും എടുത്ത് വെച്ചു. ഇനി ഇവിടത്തെ പരിപാടി ചെയ്യേണ്ട ഈ കല്യാണക്കുറി ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഈ ഒരു സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് ഇവിടെ വെക്കാം. ഈ ഒരു പരിസരത്ത് നമുക്ക് മടക്കി ചെറുട്ടി ഏതെങ്കിലും ബുക്കിൻ്റെ ഇടയിലോ വെക്കാം. അത് അങ്ങോട്ട് എടുത്ത് വെക്കാം. അത് കാണാനൊന്നും പോകുന്നില്ല. ഞങ്ങളവിടെ വൃത്തിയാക്കിയതാ. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.
നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വേറെ വീഡിയോസ് ജേണലോ, ഞാൻ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ജേർണൽ ചെയ്യും. എന്തെങ്കിലും ജേർണൽ ചെയ്യാന്ന് കരുതി. ഫോണാണെങ്കിൽ വെച്ചിട്ടാണെങ്കിൽ ഇതൊന്നും ആവുന്നില്ലല്ലോ. നമുക്കിനി ജേർണലിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിന് എനിക്ക് ജേർണലിങ്ങിന് വേണ്ടി മാത്രം ഒരു ബുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ 5th സ്റ്റാൻഡേർഡിലെ മോനൻ്റെ ബുക്ക് എടുത്തു. ഇത് വെച്ചാണ് ഞാനിത് ജേർണൽ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ വലിയതായിട്ട് ജേർണലൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ട്യൂസ്ഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ഇന്ന് ഏതായിരുന്നു ദിവസം? ദിവസം മറന്നുപോയി. ഇന്ന് മാർച്ച് 23, ബുധനാഴ്ച അല്ലേ? ഇന്ന് ബുധനാഴ്ച. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ഇന്നത്തെ ട്യൂസ്ഡേനെ കുറിച്ച് സാറ്റർഡേ. ഇന്ന് ഞാൻ സൺഡേ മൺഡേ ആണെന്നൊക്കെ കരുതി. ഇന്നലെയൊക്കെ പരീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു ഹിന്ദി. അപ്പം ഞാൻ ഇന്നലെ സാറ്റർഡേ അന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് സൺഡേ എന്നൊക്കെ പറഞ്ഞു പോയത്. സൺഡേ അല്ല, മൺഡേ എന്നൊക്കെ. ഞാൻ ചൊവ്വാഴ്ചയൊക്കെ ആണെന്ന് കരുതിയിരുന്നത്. അപ്പോൾ സാറ്റർഡേ. അപ്പം ഇന്ന് സൺഡേ അല്ലേ? സൺഡേനെ കുറിച്ച് നോക്കുന്നു, ജേർണൽ ചെയ്യുക അല്ലേ? എൻ്റെ അമ്മ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ? അയ്യോ, അത് രക്ഷയൊന്നും അല്ല, പേടിക്കണ്ട. ഇതൊരു ഷോപ്പിംഗ് ബുക്കാണ്. ഈ ഷോപ്പിംഗ് ഫോണൊന്ന് താഴെ പോയതാണ് കേട്ടോ. ഓക്കെ, പോട്ടെ. നമുക്ക് കൈതൻ്റെ പിടിക്കാം. ഈ ഒരു ഷോപ്പിംഗ് ബുക്കിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബിൽ വരുന്നതായിട്ടും. അപ്പം ഞാനിത് ചെയ്തിങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി പരിപാടി ചെയ്യണം. ബാക്കി പരിപാടിയൊക്കെ ചെയ്ത് ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇടാം. അപ്പം ഞാനത് ജേർണൽ ചെയ്യുന്നില്ല. പിന്നെ മൂഡ് പോയി, പെട്ടെന്ന് മൂഡ് പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര കൊണ്ട് നിർത്തുക. അമ്മയുടെ ഫോണിൻ്റെ ചാർജ് തീരാറായി, അല്ലെങ്കിൽ അമ്മ എന്നെ വല്ലതും പറയും ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് നിർത്തുകയാണ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.